വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം കേട്ടോ. ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിലും അതുപോലെ ഇനി വരാൻ പോകുന്ന ഫയർമാൻ പോലുള്ള എക്സാമുകൾക്ക്, 10th ലെവല് പ്രിലിംസ് മെയിൻസ് എക്സാമുകൾക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. 2024 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ സന്തോഷ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയാണ് ഏത് സിനിമ? സന്തോഷ് എന്ന് പറയുന്ന ഹിന്ദി സിനിമ. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടറായി ചുമതലയേറ്റ ആദ്യ വനിത ആരാണ്? സർജൻ വൈസ് അഡ്മിറൽ ആരതി സരിനാണ്. ആരതി സരിൻ. ഇന്ത്യയില് 2024 വന്യജീവി വാരാഘോഷം, അതായത് വൈൽഡ് ലൈഫ് വീക്ക് ആഘോഷിച്ചത് എന്നാണ്? ഒക്ടോബർ 2 മുതൽ 8 വരെയാണ്. ഓസ്കാർ പുരസ്കാര ജേതാവായ ഏത് അമേരിക്കൻ നടിക്കാണ് ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം, 50ാമത്തെ സീസർ പുരസ്കാരം ലഭിക്കുന്നത്? ജൂലിയ റോബർട്ടസിനാണ്. ഏതെല്ലാം ആദിവാസി നൃത്ത രൂപങ്ങളാണ് 2025 ജാനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കേരള കലോത്സവത്തിൽ, അതായത് സ്കൂൾ കലോത്സവത്തിന്റെ മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാവിലരുടെയും മലവേട്ടുവരുടെയും മംഗലം കളി, പണിയ നൃത്തം, മംഗലം കളി ഉണ്ട്, പണിയ നൃത്തമുണ്ട്, ഇരുള നൃത്തം ട്ടാ, ഇരുള നൃത്തം, പണിയ നൃത്തം, പളിയ നൃത്തം, പണിയുണ്ട് പളിയുണ്ട്, കൂടാതെ മലയ പുലയരുടെ ആട്ടം. ഒന്നും കൂടെ ഞാൻ പറയാം, നൃത്തത്തിന്റെ പേര് മാത്രം നോക്കാം. മംഗലം കളി, ഒന്നാമത് മംഗലം കളി. അടുത്തത് പണിയ നൃത്തം. ഏതാണ്? പണിയ നൃത്തം. ഇരുള നൃത്തം, കൂടാതെ പളിയ നൃത്തം, പളിയ നൃത്തം, മലയപ്പുലയരുടെ ആട്ടം തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 ജാനുവരിയില് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ, അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി 2024 വേദിയാണ്. 2025 അത് നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? തിരുവനന്തപുരത്താണ്. അതും കൂടെ ഓർത്തു വയ്ക്കാം. പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങള് 2024 ഒക്ടോബർ 1 സമാപിക്കുകയാണ്. ഈ ശബരി ആശ്രമം പണിതതിന്റെ ലക്ഷ്യം എന്താണ്? അതൊന്ന് പഠിക്കണം. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അധസ്ഥിത വിദ്യാർത്ഥികൾക്ക് താമസിച്ച പഠനം നടത്താൻ 1924 ഗാന്ധി ജയന്തി ദിനത്തിൽ TR കൃഷ്ണസ്വാമി അയ്യർ സ്ഥാപിച്ചതാണ് ശബരി ആശ്രമം. കേരളത്തിന്റെ സബർമതി എന്നാണ് ശബരി ആശ്രമം അറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലോ? ഗുസ്തിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമായ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ ഏതാണ്? പുറത്തിറങ്ങിയ ആത്മകഥ ഏതാണത്? വിറ്റ്നസ് എന്നാണ്. എന്താണ്? വിറ്റ്നസ് ആണ്. ജൊനാഥൻ സെൽവരാജാണ് സഹ എഴുത്തുകാരൻ. അപ്പോ ഈ ആത്മകഥയുടെ സഹ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാലോ? ജൊനാഥൻ സെൽവരാജ് കേട്ടോ. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ് പ്ലൂട്ടോ എന്ന് നമുക്കറിയാം. ഈ പ്ലൂട്ടോയെ ചുറ്റുന്ന ഷാരോൺ ഉണ്ടല്ലോ, ആ ഷാരോണില് ചില രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ആരാ കണ്ടെത്തിയത്? നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയാണ് അവിടെ ഈ തണുത്തുറഞ്ഞ ഷാരോണിന്റെ തണുത്തുറഞ്ഞ പ്രതലത്തില് ചില രാസവസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ആ രാസവസ്തുക്കൾ ഏതെല്ലാമാണ്? കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡുമാണ്. അടുത്തത് UN സെക്രട്ടറി ജനറൽ, നമുക്കറിയാം ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. അദ്ദേഹത്തിന് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. എന്താണ് കാരണം? ഇസ്രായേലിനു നേരെ വ്യോമാക്രമണം നടത്തിയ ഇറാനെ അപലപിക്കുന്നതുൾപ്പെടെ ഗൂട്ടറസിന്റെ വിമുഖതയെ തുടർന്നാണ് ഈ വിലക്ക്. അടുത്തത്, സൂര്യന്റെ അയൽപക്കത്തുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന കുഞ്ഞൻ ഗ്രഹത്തിന്റെ പേര് എന്താണ്? പേര് എളുപ്പാണ്. ബെർണാഡ് ബി എന്നാണ് പേര്. ആ സ്റ്റാറിന്റെ പേര് തന്നെ അല്ലെ? ഏത് ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയാണ് ടൈം മാഗസിന്റെ
ടൈം 100 നെക്സ്റ്റ് 2024 പട്ടികയിൽ ഇടം നേടിയത്. എന്താണ് അവരുടെ പേര്? പായൽ കപാഡിയ. ആരാണ്? പായൽ കപാഡിയ. പായലിന്റെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പിക്സ് പുരസ്കാരം നേടുകയുണ്ടായി. അതും കൂടെ ഓർക്കണം. അപ്പോ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന പായൽ കപാഡിയയുടെ ചിത്രത്തിന് എന്ത് കിട്ടി? കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പിക്സ് പുരസ്കാരം ലഭിച്ചു. ഓർക്കുക കേട്ടോ. 2024 ഗാന്ധി ജയന്തി ദിനത്തിൽ US-ൽ എവിടെയാണ് മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്തത്? സിയാറ്റിൽ, വാഷിംഗ്ടൺ. ഇതാണ് സിയാറ്റിൽ, വാഷിംഗ്ടൺ. അവിടെയാണ്. പ്രശസ്തമായ സ്പേസ് നീഡിൽ ഗോപുരത്തിന് താഴെ, പ്രശസ്തമായ സ്പേസ് നീഡിൽ ഗോപുരത്തിന് താഴെ ചിഹുലി ഗാർഡനും ഗ്ലാസ് മ്യൂസിയത്തിനും സമീപമായാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. എത്ര ഭാഷകൾക്കാണ് അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭ ശ്രേഷ്ഠ ഭാഷാ പദവി അനുവദിച്ചത്? 5 ഭാഷ. മറാഠി, ബംഗാളി, ആസാമീസ്, പാലി, പ്രാകൃത് എന്നിവയാണ് പുതിയ ഭാഷകൾ. ഇതോടെ ക്ലാസിക്കൽ പദവി ലഭിക്കുന്ന ഇന്ത്യൻ ഭാഷകളുടെ എണ്ണം 11ആയി. മലയാളം, തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ എന്നിവയാണ് നേരത്തെ ക്ലാസിക്കൽ പദവി ലഭിച്ചിരുന്ന ഭാഷകൾ. 2004 തമിഴിനും 2013 മെയ് 23 ഏതിനാണ് കിട്ടിയത്? മലയാളത്തിനും 2014 ഒഡിയയ്ക്കും ഈ പദവി ലഭിക്കുകയുണ്ടായി. 2024 വേൾഡ് ആനിമൽ ഡേ അഥവാ ലോക മൃഗദിനം എന്നാണ്. ഒക്ടോബർ 4 മൃഗങ്ങളുടെ രക്ഷാധികാരിയായി കരുതപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ ദിനമാണ് ഒക്ടോബർ 4. ഓർക്കുക കേട്ടോ. ആരുടെ ഓർമ്മ ദിനമാണ് ഒക്ടോബർ 4? ഫ്രാൻസിസ് അസീസി. ലോക ബഹിരാകാശ വാരം വേൾഡ് സ്പേസ് വീക്ക് എന്നാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. കാരണം ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഉപഗ്രഹമായ ഏതാണ്? സ്പുട്നിക് 1 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുന്നത്. അപ്പൊ ഒക്ടോബർ 4 മുതൽ എന്ന് പറയാൻ കാരണം അതാണ്. 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അതുകൊണ്ടാണ് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ഈ ഒരു ബഹിരാകാശ വാരം ആചരിക്കാനുള്ള കാരണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടന്റെ കൈവശമായിരുന്ന ഏത് ദ്വീപ് സമൂഹമാണ് മൗറീഷ്യസിന് കൈമാറാനായി തീരുമാനിച്ചത്? ചാഗോസ് ദ്വീപിനാണ്. ഏകദേശം 60 ദ്വീപുകൾ ചേർന്നതാണ് ചാഗോസ്. ഇതിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർഷ്യ ഒഴികെ മറ്റു ദ്വീപുകളിലൊന്നും തന്നെ മനുഷ്യവാസം ഇല്ല എന്നോർക്കണം. ഡീഗോ ഗാർഷ്യ ബ്രിട്ടന്റെ ഉടമസ്ഥതയിൽ ഇനിയും തുടരും. ഇവിടെ ബ്രിട്ടന്റെയും, അതായത് ഡീഗോ ഗാർഷ്യയിൽ ബ്രിട്ടന്റെയും യുഎസിന്റെയും സംയുക്ത നിയന്ത്രണത്തിൽ നാവിക വ്യോമത്താവളവും പ്രവർത്തിക്കുന്നുണ്ട്. 1965 കോളനിയായിരുന്ന മൗറീഷ്യസ് സ്വതന്ത്രമായ വേളയിലാണ് ചാഗോസ് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നത്? ബ്രിട്ടൻ ഏറ്റെടുക്കുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം അടുത്തിടെ ആദ്യമായി എത്ര കോടി ഡോളറാണ് പിന്നിട്ടത്? വളരെ പ്രധാനം. 70,000 കോടി ഡോളർ. 70,000 കോടി ട്ടോ. ഏകദേശം 59.24 ലക്ഷം കോടി രൂപയാണ്. അത്രയും വിദേശ നാണ്യ കരുതൽ ശേഖരമുണ്ട് ഇന്ത്യക്ക്. വിദേശ നാണ്യ കരുതൽ ശേഖരം 70,000 കോടി ഡോളർ പിന്നിടുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമാണ് ആര്? ഇന്ത്യ. ഫസ്റ്റ് ചൈന, രണ്ടാമത് ജപ്പാൻ, മൂന്നാമത് സ്വിറ്റ്സർലൻഡ് എന്നിങ്ങനെയാണ്. അതായത് ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളാണ് മുന്നിൽ ഉള്ളത് എന്ന് ഓർക്കണം. അടുത്തത്,
കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചു വരുന്ന അവസാനത്തെ വൈദ്യുത നിലയം അടച്ചുപൂട്ടിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അപ്പൊ അവിടെ മാത്രമേ ഈ കൽക്കരി ഉപയോഗിച്ച് വൈദ്യുത നിലയം ഉണ്ടായിരുന്നുള്ളൂ. 1967 പ്രവർത്തനം തുടങ്ങിയ നോട്ടിംഗ്ഹാം ഷെയറിലെ റാഡ്ക്ലിഫ് ഓൺസോർ വൈദ്യുത നിലയമാണ്. റാഡ്ക്ലിഫ് ഓൺസോർ എന്ന് പറയുന്ന വൈദ്യുത നിലയമാണ് ഹരിതോർജത്തിലേക്കുള്ള ബ്രിട്ടന്റെ പ്രയാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. വ്യവസായ വിപ്ലവത്തിന് നാന്ദി കുറിച്ച ബ്രിട്ടനിൽ 142 വർഷം നീണ്ടുനിന്ന കൽക്കരി യുഗത്തിനാണ് ഇതോടുകൂടി എന്ത് വീണത്? തിരശീല വീണത്. ഇനി 1882 തോമസ് ആൽവ എഡിസൺ ലണ്ടനിൽ ആരംഭിച്ച എഡിസൺ ഇലക്ട്രിക് ലൈറ്റ് സ്റ്റേഷൻ ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൽക്കരി വൈദ്യുത നിലയം. ക്ലിയർ ആയല്ലോ? അടുത്തത്, ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിസ്ബുള്ള? ഏത് രാജ്യത്താണ്? ലബനൻ. എവിടെയാണ്? ലബനൻ. ഇറാന്റെ പിന്തുണയുള്ള ഷിയാം മുസ്ലിം രാഷ്ട്രീയ സംഘടനയും സായുധ സംഘവുമാണ് ഹിസ്ബുള്ള ട്ടോ. ഹിസ്ബുള്ള എവിടെയാണ്? ലബനനിലാണ്. നെക്സ്റ്റ് വൺ, പ്രമേഹ സാധ്യത കുറയ്ക്കുന്നതിനായി ശേഷിയുള്ള അരി വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന മാംസ്യമടങ്ങിയ അരിയാണ് ഫിലിപ്പീൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത് കേട്ടോ. അപ്പൊ അത് ഓർത്തു വെക്കാം. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? MV ശ്രേയസ് കുമാറിനെ. അടുത്തിടെ 109 വയസ്സിൽ അന്തരിച്ച പാപ്പമ്മാൾ. ആരാണ്? പാപ്പമ്മാൾ. എന്തിൽ പ്രശസ്തി നേടിയ വനിതയാണ്? അവർ പത്മശ്രീ പുരസ്കാര ജേതാവാണ്. കൂടാതെ ജൈവ കർഷകയുമാണ്. രാജ്യത്ത് ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? രാജ്യത്ത് തന്നെ ആദ്യത്തെ ട്ടോ. എവിടെയാണ്? കെൽട്രോൺ കോമ്പണന്റ് കോംപ്ലക്സ് ലിമിറ്റഡ്. എവിടെയാ സ്ഥലം? കണ്ണൂരാണ്. ഓർക്കാട്ടോ. ISROയുടെ സഹകരണത്തോടു കൂടെയാണ് ഇത് നടപ്പാക്കുന്നത്. ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29 നഗരസഭകളുടെ പ്രവർത്തന മികവിന് അടിസ്ഥാനമാക്കി 2024 അർബൻ ഗവേൺസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. 2ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. ഇനി അടുത്തിടെ US സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഹെലൻ എന്നാണ്. 2024 ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ എന്നാണ്. സെപ്റ്റംബർ 30 ബൈബിൾ ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിശുദ്ധ ജെറോമിന്റെ ഓർമ്മ ദിവസമാണ് പരിഭാഷാ ദിനമായ സെപ്റ്റംബർ 30. ഓർക്കണം. കേരളത്തിൽ ഏത് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള അക്ഷയ മാട്രിമോണി സജ്ജമാക്കിയത്? കാസർഗോഡാണ്. US ഏത് മുൻ പ്രസിഡന്റിനാണ് 2024 ഒക്ടോബർ 1 100 വയസ്സ് തികഞ്ഞത്? ജിമ്മി കാർട്ടർ. 2002 സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയിട്ടുണ്ട് അദ്ദേഹം. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന മുൻ US പ്രസിഡന്റ് എന്ന ബഹുമതി കൂടി കാർട്ടറിന് സ്വന്തമായി. ഏത് സംസ്ഥാനാണ് സ്വദേശി ഗോക്കൾക്ക് രാജമാതാ പദവി നൽകിയത്? മഹാരാഷ്ട്രയാണ്. അന്താരാഷ്ട്ര വയോജന ദിനം അഥവാ ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പേഴ്സൺസ് എന്നാണ്? ഒക്ടോബർ 1. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റ് തികച്ച എത്രാമത്തെ ഇന്ത്യക്കാരനായ ബൗളറാണ്? രവീന്ദ്ര ജഡേജ. 7ാമത്തെയാണ് ട്ടോ. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൽ 2ാം എഡിഷൻ എവിടെയാണ് നടന്നത്? കൊച്ചിയിലാണ്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേറു ഇഷിബ. ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. US, ചൈന എന്നിവയാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. ജപ്പാനാണ് 4ാം സ്ഥാനം. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി ആരാണ്? എയർ ചീഫ് മാർഷൽ അമർ പ്രീത് സിംഗ് ആണ്. പൂനെ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? ജഗദ്ഗുരു
സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഭക്തിപ്രസ്ഥാനത്തിന്റെ സന്യാസിയും കവിയുമായ സന്ത് തുക്കാറാമിന്റെ ബഹുമാനാർത്ഥമാണ് പൂനെ വിമാനത്താവളത്തിന് ഈ പേര് നൽകിയത്. ഇത്രയാണ് നമ്മുടെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.